ശാരുമോളതിന് അവള് വാങ്ങില്ല, അതെനിക്കറിയാം. താലികെട്ടിന് തൊട്ടു മുമ്പ് മണ്ഡപത്തിൽ വെച്ച് അരവിന്ദനെ കൊണ്ട് കൊടുപ്പിക്കാം. അത് ശരിയാ ബാല. മണ്ഡപത്തിൽ വെച്ച് അത് കൊടുക്കുമ്പോ അവക്കത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അത് നന്നായി, നന്നായി ബാല. ഇത് കൊള്ളാമോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും കുറച്ച് ഓവറാണോ, വലുതാണോ? ഇല്ല, എന്ത് രസാന്നറിയോ? നല്ല രസമുണ്ട് കാണാൻ ചേച്ചിനെ. എനിക്കെന്തോ ഇത് വലുതായ പോലെ തോന്നുന്നു. ചുമ്മാരി. ഇത് നോക്ക്, കമ്മല് തന്നെ. ഇത് കൊള്ളാല്ലേ? അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്ന്. കല്ലൂന് ഇത് ഇഷ്ടായെന്ന് അവിടെ വെച്ച് പറഞ്ഞപ്പോഴേ നിനക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങണം ഞാൻ വിചാരിച്ചതാ. അതിപ്പോ വേണ്ട ചേച്ചി, എന്റെ കല്യാണത്തിന് വാങ്ങി തന്നാ മതി. എടി, നീ അവിടെ വരെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ? ആദ്യം IFS, പിന്നെ കല്യാണം. ഞാൻ ചുമ്മാ പറഞ്ഞ ചേച്ചി, സത്യം. ആരെങ്കിലൊക്കെ ഉണ്ടോ ചേച്ചി? ചുറ്റിക്കളി. ഒന്ന് പോയ ചേച്ചി. അയ്യോ കുഞ്ഞോളെ, ഇതിപ്പോ ഇത്രയും സാധനത്തിന് 49,49,433 രൂപ. നമ്മളാ കരയോക്കാരുടെ മുന്നിൽ വെച്ച് 150 പവൻ കൊടുക്കാന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ തികയത്തില്ലല്ലോ. ബാക്കിക്ക് എന്തോ ചെയ്യും? അതിന് പേടിക്കേണ്ട കാര്യമില്ല. ബാബുക്കുട്ടനോട് പറഞ്ഞാൽ മതി, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സാധനം വരും. പക്ഷേ കല്യാണത്തിന് അവൾ ഇതിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ അവക്കുള്ളത് അവള് നേരത്തെ മാറ്റി വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഏയ്, അങ്ങനെ പറഞ്ഞ പറ്റില്ല. അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ഇടിപ്പിക്കണം. ബാബുക്കുട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ. ദേ, അഹങ്കാരം ചിറകാക്കി വെച്ച് പറഞ്ഞോണ്ടിരിക്കുന്ന പെണ്ണാവള്. നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവള് കേക്കും തോന്നുന്നുണ്ടോ? അതില്ല. എന്തായാലും എന്തെങ്കിലും തക്കിട തരികട താളമൊക്കെ പറഞ്ഞ് നീ ഇടിയിപ്പിക്കണം കേട്ടോ. തക്കട തരികട താളം. ഒരു കാര്യം ചെയ്, നിങ്ങൾ ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചേ. ഇങ്ങോട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ സൂക്ഷിക്കാം. അല്ല, വേണ്ട, പെണ്ണുങ്ങൾ സ്വർണം സൂക്ഷിക്കുന്നതാണ് എന്റെ ഐശ്വര്യം. പിന്നെ പെണ്ണുങ്ങൾ സൂക്ഷിച്ചാലേ സ്വർണ്ണം ഇരിക്കത്തുള്ളൂ, ആണുങ്ങൾ സൂക്ഷിച്ചാൽ ഇരിക്കത്തില്ല. ഓ, ചേച്ചി, ഇത് ഈ അലമാരയിൽ വെച്ചാ അച്ഛൻ ചിലപ്പോ അടിച്ചു മാറ്റും. വലിയ മുതലാളി എന്ന് പറഞ്ഞാലും സ്വഭാവത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. പിന്നെ ഇത് എവിടെ വെക്കാനാ കല്ലു? ചേച്ചി പൈസ ഒളിപ്പിച്ചു വെച്ചത് അച്ഛന്റെ പേഴ്സിലല്ലേ? അതുപോലൊരു സ്ഥലം കണ്ടെത്തണം. അതുപോലൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞ അതെവിടെയാ? വാ നോക്കാം. വാ. എവിടെയാ? വാ വാ. എവിടേക്കാന്ന്? മിണ്ടാതിരിക്കെ. എവിടെയാ പോന്നെ? വാ പറയാം. വാ വാ. ഇങ്ങോട്ട് നിനക്ക് പറയാം. വാ, ചുമ്മാ ഇരിക്കും. വാ 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 ഇങ്ങോട്ട്. എങ്ങോട്ടാ? ഇങ്ങോട്ടാ കല്ല്. ഇങ്ങോട്ട് വാ. ദേ, അത് അച്ഛന്റെ പെട്ടിയാ. ഇത് അച്ഛൻ പൂജിക്കുന്ന പെട്ടിയാ. പൂജിക്കുന്ന പെട്ടിയോ? ആ, രാവിലെ വന്ന് പൂജിക്കുന്നേം കാണാം, അതുപോലെ തന്നെ രാത്രി വന്ന് ചവിട്ടി ഇതിനെ ചീത്ത വിളിക്കുന്നേം കാണാം. ആ, ശരിയാ. ഞാനൊരു പ്രാവശ്യം ഈ പെട്ടി തുറക്കാൻ ശ്രമിച്ചപ്പോഴേ അങ്ങേര് വന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. നമുക്ക് ഈ പെട്ടിക്കുള്ളിൽ വെച്ചാലോ? ഇത് ലോക്കല്ലേ? അതൊക്കെ നമുക്ക് തുറക്കാം. ഇതെങ്ങനെ തുറക്കാം? ഒരു ഐഡിയ ഉണ്ട്. വാ. ഹലോ, എന്താ?
തുറക്കണ്ടേ? നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? കൊള്ളാലോ മോളെ. വാ. നീ കൊള്ളാലോ. തുറന്നു. ഇത് അപ്പൂപ്പനല്ലേ? ആ, ഇതെല്ലാം അപ്പൂപ്പന്റെ ആയിരിക്കും അല്ലേ? നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. കുഞ്ഞോളെ ഡിയേ, ആ ഈ ബാബുക്കുട്ടൻ എവിടെ നിന്നാടി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കാശ് വരുന്നേ? ആർക്കറിയാം. അതെ, എന്തെങ്കിലും ഒരു കാരണവശാൽ ബാബുക്കുട്ടനും ചാരുമായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കിൽ ബാബുക്കുട്ടനെ എന്തോ ചെയ്യും? എന്തോ ചെയ്യാൻ? നമ്മൾ ഈ സ്വർണ്ണം എടുത്ത് വിറ്റോ പണയം വെച്ചോ ഷാപ്പിൽ മുടക്കും. നമുക്ക് കഞ്ഞി കുടിച്ച് കിടക്കണ്ടേ? അവനോട് പോയി പണിയൊക്കാൻ പറ. എന്നാലേ ഞാനൊരു കാര്യം പറയാം. ബാബുക്കുട്ടൻ ഈ സ്വർണം കൊണ്ടുപോകും, നിങ്ങളുടെ ഷാപ്പ് പൂട്ടിക്കും. പിന്നെ നിങ്ങൾ എന്തൊക്കെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി ചെലവാക്കി അതിനുള്ള കണക്കും പറയും. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. കുഞ്ഞോളെ, അല്ല, അങ്ങനെ സംഭവിക്കുമെന്നല്ല. എന്നാലും നമ്മൾ രണ്ടു വശവും കൂടെ നോക്കണമല്ലോ. നോക്കണം. ഞാൻ കുറച്ചധികം നേരത്തെ നോക്കിപ്പോയതുകൊണ്ട് പറഞ്ഞു പോയതാ. മനസ്സിലായി. വാതില് ഞാൻ അടച്ചതാണല്ലോ. നിങ്ങളെന്താ ഇവിടെ? എന്താ ഇത്? ഇത് അപ്പൂപ്പന്റെയാ. ആ പെട്ടി തുടരുത്. അല്ല, ഞങ്ങൾ വെറുതെ എക്സസൈസ് ചെയ്യാൻ. ആ, അതൊക്കെ അവിടെ വെച്ച്